ശബരിമലയിൽ നടന്നത് വലിയൊരു സ്വർണ്ണ കൊള്ളയോ? അഴിച്ചെടുത്ത സാധനത്തിന് എന്ത് സംഭവിച്ചു? അത് എന്ത് അടിസ്ഥാനത്തിൽ കൊണ്ടുപോയി? മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് അന്ന് മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ച ഫോട്ടോയും വാർത്തയും. ഈ തട്ടിപ്പ് ദേവസ്വം വിജിലൻസ് മാത്രം അന്വേഷിച്ചാൽ മതിയോ? അതിൽ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ കൊണ്ടുപോയിരിക്കുന്നത് ബംഗളൂരുവിലേക്കാണ്. തെളിവ് നശിപ്പിച്ച് കള്ളന്മാർ രക്ഷപ്പെടും മുൻപ് അന്വേഷണം വേണ്ടേ? തുടരെ തുടരെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് മാതൃഭൂമി ന്യൂസ് ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. ആയിരത്തി 1998 ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂര മാത്രമാണ് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതെന്നും ദ്വാരപാലക ശില്പങ്ങളിലേത് ചെമ്പ് മാത്രമാണെന്നും വരുത്താനായിരുന്നു അവിടുത്തെ തങ്കം മോഷ്ടിച്ചുകൊണ്ടുപോയവരുടെ ശ്രമം. അതാണ് മാതൃഭൂമി ന്യൂസ് ഉറപ്പോടെ നിന്ന് പൊളിച്ചത്. ഒടുവിൽ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ച അതേ നിഗമനത്തിൽ ദേവസ്വം വിജിലൻസും എത്തി. ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. അതന്വേഷിക്കാനാണ് SI. ഒടുവിൽ ഹൈക്കോടതി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ മാതൃഭൂമി ന്യൂസ് അപ്പോഴും അവസാനിപ്പിച്ചില്ല. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതി നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് മാതൃഭൂമി ന്യൂസ് ഒരു തെളിവ് കൂടി സമർപ്പിച്ചു. 2019 കൊടുത്തുവിട്ടത് ചെമ്പുപാളിയല്ല സ്വർണമായിരുന്നുവെന്ന് അന്നത്തെ പ്രസിഡന്റ് പത്മകുമാറിന് അറിയാമായിരുന്നുവെന്ന തെളിവാണ് മാതൃഭൂമി ന്യൂസ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടത്. സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന പത്മകുമാറിന്റെ ചിത്രം. 2019 ജൂലൈയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് വിജയ് മല്യ പൊതിഞ്ഞ സ്വർണ്ണപാളിയല്ല, അത് ചെമ്പുപാളിയായിരുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറാണ്. ആദ്യം നമ്മുടെ ഈ ദ്വാരപാലക ശില്പം സ്വർണം പൊതിയണം എന്നുള്ള പ്രപ്പോസൽ വന്നപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്വർണം എടുക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അദ്ദേഹമാണ് ചെമ്പുപാളി സ്വർണം പൂശാൻ കൊടുത്തുവിടുന്നു എന്നും പറഞ്ഞത്. ഇതെല്ലാം 2019 ജൂലൈയിലാണ്. ആ പത്മകുമാർ അറിയാൻ വേണ്ടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കൂടി വന്നല്ലോ, ഹൈക്കോടതി തീരുമാനിച്ചല്ലോ. ആ സ്പെഷ്യൽ ടീമിൻ്റെ മുന്നിലേക്ക് മാതൃഭൂമി ന്യൂസ് ഒരു തെളിവ് കൂടി തരികയാണ്. മാത്രമല്ല പത്മകുമാർ അറിയാൻ കൂടിയാണ് ഈ ചിത്രം മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. അങ്ങേക്കും അറിയാമായിരുന്നു ആ 2019 ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണ കവചമാണെന്ന്. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് ഈ ചിത്രം നിഷേധിക്കാൻ കഴിയില്ല. ഇത് 2019 മാർച്ച് 25 ശബരിമല സന്നിധാനത്ത് നിന്ന് എടുത്ത ചിത്രമാണ്. പാത്രവുമായി നിൽക്കുന്നത് പത്മകുമാർ അല്ല എന്ന് അദ്ദേഹം നിഷേധിക്കുമോ? ഇത് തന്ത്രി മഹേഷാണ്. തൊട്ട് താഴെ പ്രസാദം വാങ്ങിച്ചുകൊണ്ട് പത്മകുമാർ നിൽക്കുന്നു. ഈ ചിത്രത്തിൽ സന്നിധാനത്ത് അയ്യപ്പ വിഗ്രഹത്തെ നോക്കി ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി തൊഴുത് നിൽക്കുന്ന പത്മകുമാർ. ഇത് മൂന്നും ഒറ്റ ദിവസം എടുത്ത ചിത്രമാണ്. ഈ ചിത്രത്തിലെല്ലാം വ്യക്തമായി കാണാം സൈഡിൽ ദ്വാരപാലക ശില്പങ്ങൾ. തനി തങ്കത്തിൻ്റെ കവചമണിഞ്ഞ് സ്വർണ്ണ ശോഭയോടെ നിൽക്കുന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് മുന്നിൽ നിന്ന് തൊഴുന്ന 2019 മാർച്ചിൽ തൊഴുന്ന ഈ പത്മകുമാർ ആണ് പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം ജൂലൈയിൽ അത് ചെമ്പ് കവചമാണ് എന്ന് എഴുതി കൊടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരിക്കുന്നത്. പത്മകുമാർ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് വിജിലൻസും എത്തി നിൽക്കുന്നത്. നടൻ ജയറാമിനെതിരെ അടക്കം കേസെടുക്കണം എന്ന് പറഞ്ഞുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി സ്പെഷ്യൽ ടീമിന് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചിത്രവും കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ മാതൃഭൂമി ന്യൂസ് സമർപ്പിക്കുകയാണ്. ഇനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കണ്ടെത്തേണ്ടത് ഈ കവചം എങ്ങോട്ട് പോയി എന്നുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾ ആരാണെന്നുള്ളത് വെളിയിൽ വരും. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ല, ചെമ്പുപാളിയും ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാനിപ്പോൾ അത് കോടതി ഹൈക്കോടതി പ്രത്യേകമായി പരിഗണിച്ച കേസ്, നാടകീയമായ കോടതി രംഗങ്ങൾ, ശബരിമലയിലെ പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ച് ഹൈക്കോടതി വിജിലൻസ് SP-യോട് 20 മിനിറ്റ് കൊണ്ട് വിവരങ്ങൾ ചോദിച്ചറിയുന്നു. തൊട്ടുപിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ്. അന്വേഷണ ഉദ്യോഗസ്ഥരെയും കോടതി തന്നെ നിർദ്ദേശിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം, അത് ഇപ്പോഴത്തെ വിജിലൻസ് അന്വേഷണത്തിലൂടെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന ഒരു ബോധ്യം ഹൈക്കോടതിക്ക് വന്നു. അങ്ങനെയാണ് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇത് പോകണം എന്ന് കോടതി തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ
ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാവേണ്ടവരുടെ പേരുകൾ കൂടി ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന പോലീസിലെ തന്നെ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെയാണ് കോടതി ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. SP S ശശിധരൻ, അതോടൊപ്പം തന്നെ P ബിജോയ് IPS തുടങ്ങിയവരുൾപ്പെടുന്ന ഒരു 5 അംഗ SIT ആണ് ഇതിലിപ്പോൾ ഇനി ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിരവധി പരാതികൾ ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു കഴിഞ്ഞു. ആ പരാതികളെല്ലാം തന്നെ ഈ SITക്ക് കൈമാറാനും അവർ അന്വേഷണം നടത്തട്ടെ എന്നുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഓർഡർ പ്രകാരം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓർഡർ പ്രകാരം നമുക്ക് ഇന്ന് ഈ തീരുമാനത്തിലേക്ക് കോടതി പോകാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്നത് സ്വർണ്ണപ്പാളികൾ തന്നെയാണെന്ന് കോടതിക്ക് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു. അതിൻ്റെ കണക്കുകൾ ഇന്ന് കോടതിക്ക് മുന്നിലേക്കെത്തി. ഏകദേശം 1.5 കിലോയോളം സ്വർണമാണ് ഈ 2 ദ്വാരപാലക ശില്പങ്ങളിലായി പൊതിഞ്ഞിരുന്നതെന്ന് UB ഗ്രൂപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അത് കോടതിയുടെ മുന്നിലേക്കെത്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് 2019 ഡിസംബർ മാസം 9-ാം തീയതി ഈ വിവാദ നായകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു ഇമെയിൽ സന്ദേശം അയക്കുന്നുണ്ട്. ആ ഇമെയിൽ കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ കോടതി ആ ഇമെയിൽ കണ്ട് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് അതിൽ ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സ്വർണം പൂശിയ ശേഷമുള്ള ബാക്കി വന്ന സ്വർണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കോടതി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മെയിലിന് ശേഷം ഒരു 8 ദിവസങ്ങൾക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കത്ത് പോകുന്നുണ്ട്. ഈ 2 കത്തുകളും വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഴത്തിലുള്ള ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാകണം എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കൃത്യമായ നിർദ്ദേശം കൂടി SITക്ക് ഹൈക്കോടതി നൽകുകയാണ്. ഇനി SITയെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് ഒരു ഉത്തരവിറക്കണം. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർന്നുള്ള അന്വേഷണം മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭ്യന്തര വിജിലൻസ് വിഭാഗമുണ്ട്. അവരാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തി ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവരോട് അടുത്ത വെള്ളിയാഴ്ചക്കകം ഒരു ഇടക്കാല റിപ്പോർട്ട് കൂടി സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ കൊണ്ടുവയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള വന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന കമ്പനിയിൽ പേര് കൊടുത്ത് ഇയാളുടെ പേരിലാണ് വാറണ്ടി വാങ്ങിയിരിക്കുന്നത്. അതിനാരാണ് അനുമതി കൊടുക്കുന്നത് അന്നത്തെ കാലത്ത് ആലോചിക്കേണ്ടത്. ഇയാളുടെ പേരിലാണ് ഈ വാറണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാളുടെ അവർ കൊടുത്തുവിട്ടെന്നാണ് പറഞ്ഞത്. കോടതി പ്രോപ്പറായി തീരുമാനം എടുത്താലും അത് നടപ്പാക്കുന്ന രംഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തുക. ആ ചുമതലപ്പെടുത്തിയ കൂട്ടത്തിൽ ഇയാളെ മാത്രമായിട്ട് 2019 എന്തിനു കൊടുത്തുവിട്ടു എന്ന കാര്യം നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അവരാരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൂടെ പോകേണ്ടതല്ലേ? ഇയാളായിരുന്നു അതിൻ്റെ വാറണ്ടി ഇയാളുടെ പേരിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ വിശ്വസിച്ച് കൊടുത്തുവിട്ടത്. അങ്ങനെ കൊടുത്തുവിടാൻ പാടില്ല. നിശ്ചയമായും ഇപ്പോൾ കൊണ്ടുപോയതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു കൊണ്ടുപോയി ഇയാൾ അവിടെ വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അത് ന്യായമായ യുക്തിക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അത് ഇപ്പോൾ അവർ അന്വേഷിക്കട്ടെ. 19 ഇയാളുടെ കൊടുത്തുവിടുന്നത് ഇയാളുടെ വാറണ്ടി ഇയാളുടെ പേരിലായതുകൊണ്ടാണെന്നാണ് വിശദീകരിച്ചത്. കൂടുതൽ പരിശോധനയിൽ വരട്ടെ പോലീസ്. ഉത്തരവാദിത്തമുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരാണല്ലോ അന്വേഷണം. അവർ നടത്തട്ടെ. കോടതിയുടെ നിയന്ത്രണം ഉണ്ടല്ലോ, മേൽനോട്ടം ഉണ്ടല്ലോ, അവർ നടത്തട്ടെ. അവർ അന്വേഷിക്കട്ടെ. ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ശേഷമുള്ള ആദ്യ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എന്തൊക്കെയായിരുന്നുവെന്നതും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട് പ്രേക്ഷകരെ കാണിച്ചു. ദ്വാരപാലക ശില്പങ്ങൾക്കൊപ്പം തന്നെ ശ്രീകോവിലിന്റെ വാതിലുകളും സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് അന്നത്തെ മേൽശാന്തി PJ നാരായണൻ നമ്പൂതിരിക്ക് വ്യക്തമായി അറിയാം. അന്നത്തെ ചിത്രങ്ങൾ സാക്ഷിയാക്കി നാരായണൻ നമ്പൂതിരി മാതൃഭൂമി ന്യൂസിനോട് വിശദീകരിച്ചു. 1998 ഈ സ്വർണം പൊതിഞ്ഞ ശേഷം ആ ശബരിമല ശ്രീകോവിലിൽ ആദ്യമായി മേൽശാന്തിയായി പൂജ നടത്തുന്നത് മാരാമറ്റത്ത് PJ നാരായണൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ സ്വർണം പൂശി അതിൻ്റെ കലശങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ചെല്ലുമ്പോൾ ശ്രീകോവിലിൻ്റെ താഴെ കുറച്ചൊരു ബലം കിട്ടണം. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് പിടിക്കാൻ വന്നപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കീശാന്തി ശ്രീനിവാസൻ പോറ്റി അദ്ദേഹം പറഞ്ഞു, സ്വർണ്ണപ്പാളിയാണ്, തെറിച്ചു പോകരുത് എന്ന് പറയുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇതാണ് നാരായണൻ നമ്പൂതിരി നട തുറന്ന് കയറുന്ന ചിത്രം. ഈ
ഇതാണ് കീഴ്ശാന്തി, അദ്ദേഹമാണ് ആ സ്വർണ്ണ പൂച്ചയെ കുറിച്ച് പറയുന്നത്. അതെ അതെ അതെ. ഈ ബലപ്പെട്ട് നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ സ്വർണ്ണപ്പാളി വെച്ചതാണ്, തെറിച്ചു പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സമയത്താണ്. ശ്രീകോലിൻ്റെ ചുറ്റുമുള്ള ദ്വാരപാലക ശില്പം, അതേപോലെ വാതിൽ, അങ്ങനെയുള്ളതെല്ലാം തന്നെ സ്വർണം പൂശിയതായിട്ടാണ് എൻ്റെ അറിവ്. എന്നാൽ താഴത്തെ പടികളൊന്നും ഇല്ലാനും അതെല്ലാം നമ്മൾ ചവിട്ടി കയറുന്നതും അന്ന് അത് ചെമ്പുപാളികളായിരുന്നു ആ താഴെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സൈഡിലൊക്കെ. അത് ഈ ഫോട്ടോയിൽ നോക്കിയാൽ നമുക്ക് കാണുകയും ചെയ്യാം. അന്നത്തെ ഒരു ആൽബം ഉണ്ടല്ലോ, ഈ ആൽബത്തിൽ തന്നെ കൃത്യമായിട്ട് അത് കാണിച്ചു തരുന്നുണ്ടല്ലോ. ഇതാണ് ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ ശേഷമുള്ള 2 ദ്വാരപാലക ശില്പങ്ങൾ. ഇതാണ് ശ്രീകോവിലിൻ്റെ വാതിൽ. ഈ പടിഭാഗമാണ് ചെമ്പായിരുന്നു എന്ന് പറയുന്നത് അല്ലേ? അത് ഈ കളർ വ്യത്യാസം നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ. കൊടിമരം നോക്കിയാലും അത് നോക്കിയാലും ഏകദേശം ഒരുപോലെ ആയിരിക്കുക. അന്നതായിട്ടില്ല. ശ്രീകോവിലേക്ക് നമ്മൾ നടന്നു കയറുന്നത് ചെമ്പ് പാളികൾ പാകിയ ഭാഗത്ത് അത് സ്വർണ്ണമല്ലായിരുന്നു. ആ ഒരു ഇത് ദ്വാരപാലക ശില്പവും ഈ ശ്രീകോവിലിൻ്റെ വാതിലും ഒരേ കളറായിട്ടാണല്ലോ നമുക്ക് തോന്നുന്നത്. മറ്റു നിരവധി ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ തന്നെ ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞത് നമുക്ക് കാണുകയും ചെയ്യാം. ഈ ഇതിൽ തന്നെ നമുക്ക് ആ വാതിലും ആ ദ്വാരപാലക ശില്പമൊക്കെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേ നിറത്തിൽ തന്നെയാണല്ലേ? അതെ അതെ അതെ. ഇത് വിഷുവിനാണ് നിറപുത്തിരി അങ്ങനെയുള്ള വിഷുക്കൈനീട്ടം കൊടുക്കുന്നത്. ഇത് നിറപുത്തിരിക്കുക. അപ്പോഴേക്കും അടുത്ത തുലാമാസമായി. അന്നും ഈ കളറെ കാണുന്നത്. അപ്പോൾ സ്വർണം പൂശിയത് തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഉത്സവത്തിനുള്ള കൊടിയേറ്റത്തിന്റെ അന്നത്തെ ആൽബമാണിത്. എന്നാൽ ആ കൊടിമരം കാണുമ്പോൾ നമുക്ക് സ്വർണ്ണമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ കളർ വ്യത്യാസം കാണുന്നില്ലേ? കൊടിമരം അന്ന് ചെമ്പായിരുന്നു. അന്ന് ചെമ്പായിരുന്നു. തങ്കശ്രീകോവിലിൽ പൂജ കഴിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം ആദ്യമായിട്ട് എനിക്കാണ് കിട്ടിയത്. പിന്നെ ചരിത്രത്തിലെ ആദ്യത്തെ പുറപ്പെടാശാന്തിയാവാനും സാധിച്ചു. 365 ദിവസവും അയ്യപ്പനെ പൂജിച്ചവിടെ അവിടെ തന്നെ ആറാട്ടിന് മാത്രമേ പമ്പയിലേക്ക് പോയുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അന്നൊരു സംഭവം ഉണ്ടായില്ല, അതായത് ഈ ശ്രീകോവിലിൽ ചോർച്ച ഉണ്ടായി, അത് അടയ്ക്കാൻ ഒരു ശ്രമം നടന്ന ആ ഒരു സംഭവം എന്താണ്? അത് ഒരു ദിവസം ഈ ശ്രീകോവിലൊക്കെ അടച്ച് പോരുമ്പോൾ വെള്ളമൊക്കെ ഞങ്ങൾ തുടച്ചിട്ടാണ് പോരുക. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ വെള്ളം ശ്രീകോവിലിന്. ഉടനെ തന്ത്രിയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നോക്കിയപ്പോൾ മഴ പെയ്തു. അയ്യപ്പൻ്റെ കറക്റ്റ് ശിരസിലേക്കാണൊരു ഹോളിൽ വെള്ളം വരുന്നുണ്ടായത്. അതിൻ്റെ ഒരു ആണി ഇളകിപ്പോയതായിരുന്നു സംഭവം. ഈ മരത്തിൻ്റെ ഇതിലേക്കാണ് ഈ ഷീറ്റ് വെച്ച് അതിലൊരു ആണി ഉണ്ടായിരുന്നു. അത് ഇളകിപ്പോയത്. അതാണ് കറക്റ്റ് സെൻറ്ററിലായിരുന്നത്. അങ്ങനെ അത് മാറ്റുകയും ചെയ്തു. അപ്പം പിറ്റേ ദിവസം ഒരു 2 ദിവസത്തെ ഇതുകൊണ്ട് അങ്ങനെ വന്നതിന് ശേഷം അപ്പോൾ കുംഭാഭിഷേകം നടത്തേണ്ടി വന്നു. അത് പിന്നത്തെ ചിങ്ങമാസത്തിൽ ആണ് ആ കുംഭാഭിഷേകമൊക്കെ നടത്തി. ആ കുംഭാഭിഷേകം നടത്തിയതിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ചിത്രത്തിൽ 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. അത് ഒന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അരിജിത് പസായതാണ് ഈ ചിത്രത്തിലുള്ളത്. ഇത് ജസ്റ്റിസ് AR ലക്ഷ്മണൻ. ഇവർ 2 പേരും ആ കുംഭാഭിഷേക സമയത്ത് ശബരിമലയിൽ എത്തിയിരുന്നു. ഇതാണ് അന്നത്തെ മേൽശാന്തി, ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന നാരായണൻ നമ്പൂതിരി. വിവാദങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ശബരിമല എന്ന് പറയുന്ന അവിടെ ആവശ്യമില്ലാത്ത കാര്യവും ആവശ്യമുള്ള കാര്യമൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്കെന്തോ എന്താ അയ്യപ്പ ഇങ്ങനെയെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അയ്യപ്പസ്വാമിയെ ആര് പറ്റിച്ചാലും, അതിപ്പം മറ്റേ ദേവസ്വം ജീവനക്കാരെന്നോ മേൽശാന്തിമാരെന്നോ അല്ലെങ്കിൽ അവിടെ മറ്റുള്ളവരോ അയ്യപ്പന് വേദന ഉണ്ടാക്കുന്ന എന്ത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ശിക്ഷ അയ്യപ്പൻ തന്നിരിക്കും. അത് ഈ സമയത്ത് തന്നെ തന്നിരിക്കും. അതിനി മാറ്റമൊന്നുമില്ല. ഒരു വലിയൊരു അനുഭവസ്ഥനാണ്. പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. അതും എൻ്റെ അനുഭവത്തിലുള്ളതാണ്. ശബരിമല ലക്ഷ്യമിട്ട കള്ളന്മാരെ തുറന്നുകാട്ടി മാതൃഭൂമി ന്യൂസ്. മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട്. സ്വർണ്ണപീഠങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസ്.
ഈ പീഠങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ്. ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത പീഠങ്ങളുടെ ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് മാത്രം. പിന്നാലെ വാർത്തയുടെ സ്ഥിരീകരണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ പ്രതികരണം. അനിയനും മറ്റേ വേറൊരാളോട് ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഒടുവിൽ കള്ളന്മാർക്കുമേൽ ഹൈക്കോടതിയുടെ കൂച്ചുവിലങ്ങ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട നിർണായക രേഖകളിൽ പലതും ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരുന്നു. വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിൽ നിന്ന് ഒരു പങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സംശയിക്കാവുന്ന വസ്തുതകൾ. ശ്രീകോവിൽ സ്വർണം പൊതിയാൻ 30.3 കിലോ സ്വർണമാണ് ഉപയോഗിച്ചത്. ചെമ്പ് തകിടുകൾക്ക് മേൽ സ്വർണപ്പാളികൾ പൊതിയുകയായിരുന്നു. 12 പാളികൾ വീതമാണ് പൊതിഞ്ഞത്. അതായത് ചെമ്പിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് സ്വർണം പൂശുകയായിരുന്നില്ല, മറിച്ച് യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ കൊണ്ട് ശ്രീകോവിൽ പൊതിയുകയായിരുന്നു എന്നർത്ഥം. ഇനി ശ്രീകോവിലിൽ എവിടെയൊക്കെയാണ് സ്വർണം പൊതിഞ്ഞതെന്ന് നോക്കാം. ശ്രീകോവിലിന്റെ മേൽക്കൂര, മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിന്റെ സീലിംഗ്, 2 ദ്വാരപാലക ശില്പങ്ങൾ, ഭിത്തിയിലെ അയ്യപ്പചരിതം എഴുതിയ തകിടുകൾ, 2 കമാനങ്ങൾ, ശ്രീകോവിലിലെ കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനകളുടെ പ്രതിമകൾ, 3 കർണകൂടവും തൂണുകളും, ശ്രീകോവിലിന്റെ മുഖ്യ കവാടം, കന്നിമൂല ഗണപതി കോവിലിന്റെ കലശം, നാഗരാജ കോവിലിന്റെ കലശം. ഇത്രയും സ്ഥലത്താണ് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം അക്കാലത്തെ മാതൃഭൂമി പത്രത്തിലെ വാർത്തകളിൽ വിശദമാക്കുന്നുണ്ട്. മാത്രമല്ല, അന്ന് വിജയ് മല്യ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ വസ്തുതകളെല്ലാം പറയുന്നുമുണ്ട്. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിലെ ഒരു ഭാഗമാണ്. അതാണ് 2019 ചെമ്പുപാളികളായത്. 98 നിന്ന് 2019 ആകുമ്പോൾ മല്യ സമർപ്പിച്ച സ്വർണം ചെമ്പായി മാറിയോ, അതോ ദേവസ്വം ബോർഡ് ചെമ്പാക്കിയോ? അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്ക് പോലും ഇതൊന്നും നിഷ്കളങ്കമായി കാണാനാകില്ല. ശബരിമലയിൽ വൻ സ്വർണ്ണ അട്ടിമറി നടന്നത് 2019 അതിനു മുൻപോ ആണെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. എ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കി. ദ്വാരപാലക ശില്പത്തിലെ കവചം ചെമ്പാണെന്ന്. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളെയാണ് ഒരു ഉത്തരവിലൂടെ ദേവസ്വം ബോർഡ് ചെമ്പാക്കിയത്. ആ ചെമ്പിൽ സ്വർണം പൂശാൻ തീരുമാനിച്ചു. പാളി ഇളക്കി സ്വർണം പൂശി കൊണ്ടുവരാൻ വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. സ്വർണം ചെമ്പാണെന്ന് സ്ഥാപിക്കുന്ന മറ്റൊരു രേഖ കൂടി മാതൃഭൂമി ന്യൂസ് കണ്ടെത്തുകയാണ്. അത് സ്വർണം പൂശിയ ശേഷം എഴുതിയ മഹസറാണ്. 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ശബരിമല സ്വർണ്ണക്കുള്ള പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ കയ്യൊപ്പായിരുന്നു. മറ്റൊരു കയ്യൊപ്പാണ് ഈ മഹസർ. 2019 സെപ്റ്റംബർ 11 പാളി സ്വർണം പൂശിയ ശേഷം തിരികെ ദ്വാരപാലക ശില്പത്തിൽ പുനഃസ്ഥാപിച്ചപ്പോൾ അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതിയതാണ് ഈ മഹസർ. 1998 വിജയ് മല്യ സ്വർണത്തിൽ പൊതിഞ്ഞ ചെമ്പുപാളിയാണ് വെറും ചെമ്പുപാളിയെന്ന് മഹസറിലും അടിവരയിടുന്നത്. ഇതാണ് 2019 ജൂലൈ 19 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം വീണ്ടും സജീവമാകുമ്പോൾ അതിൽ ഒരു ശ്രദ്ധാകേന്ദ്രമാകുന്നത് ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലാണ് വിവാദ നായകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങളോളം പൂജ ചെയ്തിരുന്നത്. പണ്ട് ഇവിടെ ഒരു 10-30 വർഷം മുമ്പ് ഇവിടെ പൂജാരിയായിരുന്നു. ഡോർ ഇവിടെ കൊണ്ടുവന്ന് പബ്ലിക്കിനെ കാണിച്ചു. നമ്മൾ ഇരുമുടി കെട്ടുന്നിടത്ത് വെച്ച് എല്ലാവരെയും കാണിച്ചിട്ട് അത് പാക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി. ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയപ്പോഴുള്ള തൂക്കവും ശേഷമുള്ള തൂക്കവും തമ്മിൽ ഏറെക്കുറെ 3 കിലോയോളം വ്യത്യാസമുണ്ട് എന്ന് കോടതി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? മാറ്റിയിരിക്കുന്ന ഈ തങ്കത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അന്നത്തെ സമയത്തിന് തങ്കത്തിൻ്റെ വില എന്ന് വെച്ചാൽ ഒരു 4000 രൂപയേ ഉള്ളൂ ഒരു ഗ്രാമിന്. ഈ 99 കാലഘട്ടത്തിൽ ഒരു 6 ലക്ഷം രൂപയ്ക്കകത്തോളം വിലയേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊരു വേറൊരു വലിയ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത, ഇതുവരെ ഭക്തജന സമൂഹമോ കോടതിയോ പോലീസോ ദേവസ്വം അധികാരികളോ പ്രസിഡന്റോ ഒന്നും ചിന്തിക്കാത്തൊരു കാര്യം, ഇതിനൊരു വളരെ വലിയൊരു കാര്യം. 20 വർഷത്തോളം അയ്യപ്പൻ്റെ മുമ്പിൽ നിന്നിരുന്ന ദ്വാരപാലകരിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനൊരു വില എന്ന് വെച്ചാൽ കോടാനുകോടിയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയെയും പ്രക്ഷുബ്ധമാക്കി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നലത്തെ തീരുമാനം. എന്നാൽ ഇന്ന് രാവിലെ അതിന് കാത്തുനിന്നില്ല. ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം.
വിഷയം പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചു. സ്പീക്കറുടെ മുഖമടക്കം മറച്ച് ബാനറിലെ വരികൾ അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികളെന്ന്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 181. ഇതൊരു അനാദരവാണ്, കേരളത്തിലെ ജനങ്ങളുടെ അനാദരവാണ്. അവിടെ പോയിരിക്കെ നിങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ് അത് പറ. ഓൺ വാട്ട് ഗ്രൗണ്ട്? എങ്ങനെയാണ് ഡിസ്റപ്റ്റ് ചെയ്യാൻ? യെസ് രാമചന്ദ്രൻ. യെസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാതെ വിഷയത്തിലെ ചർച്ചയിൽ നിന്നും പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. എന്നാൽ കഴിഞ്ഞ 19-ാം തീയതി ശബരിമല വിഷയം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ ആ നോട്ടീസ് പോലും എടുക്കാൻ തയ്യാറാകാത്തവരാണ് ഇത്തരത്തിലുള്ള വാദം ഉന്നയിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി. ഞങ്ങൾക്കിനി ചർച്ച വേണ്ട, നടപടി മതി. എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത്? ദേവസ്വം ബോർഡിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ, ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ കാര്യത്തിൽ CBI അന്വേഷണം വേണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ. 1, ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം. ഈ 3 കാര്യം ചെയ്താൽ ഇനി എന്തിനാ ചർച്ച ചെയ്യേണ്ട? ചർച്ച പൊതു സമൂഹത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തോളാം. ഞാനൊരു ശബരിമല ഭക്തനാണ്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ സംഭവമാണിത്. ഈ 10 വർഷത്തിനിടയിൽ കോടാനുകോടി രൂപയാണ് ഇവിടുന്ന് അടിച്ചു മാറ്റപ്പെട്ടത്. ഓരോ ഭക്തൻ്റെയും വികാരത്തെ വ്രണപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടുത്തെ ഒരു ചോദ്യം, മുമ്പ് ഈ വടക്കം പാട്ടുകളിലെ ചൊല്ലു പോലെ ഇരുമ്പാണിക്ക് പകരം മുള്ളാണി വയ്ക്കാൻ കൊല്ലന് പൊൻപണം നൽകിയതാര് എന്നൊരു ചോദ്യം. അതുപോലെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കാൻ സ്പോൺസറുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായിരുന്നു. ഇപ്പോഴത്തെ ചോദ്യം മുഴുവതാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെയെന്നും അറിയണം. ശബരിമലയിലെ വാസ്തവം തിരിച്ചറിയും വരെ മാതൃഭൂമി ന്യൂസ് ഒപ്പമുണ്ടാകും.